ഒരു കൂട്ടം ഏലിയൻ സ്ഫിയേഴ്സ് ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്നു. പാരസൈറ്റുകൾ. ഇവർ അതിവേഗം മനുഷ്യ ശരീരത്തിലേക്ക് കടന്നു കയറി മുഴുവൻ കൺട്രോളും ഏറ്റെടുക്കും. അവരിൽ നിന്ന് ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് നമ്മുടെ ഹീറോയും ഹീറോയിനും. അവർക്കതിന് സാധിക്കുമോ? ഇപ്പടുത്തിടെ റിലീസ് ചെയ്ത പാരസൈറ്റ് ദി ഗ്രേ എന്ന ഡ്രാമയുടെ ഫസ്റ്റ് എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. വെൽക്കം ടു ദ മൂവി ടൈം. എപ്പിസോഡ് തുടങ്ങുന്നത് ജനസംഖ്യയെക്കുറിച്ചുള്ള ഒരു വലിയ ചോദ്യത്തോടെയാണ്. അത് പകുതിയായി കുറയുമെന്നുള്ള ഒരു ഭീഷണി ഇപ്പോൾ മനുഷ്യരുടെ ഇടയിൽ വ്യാപിച്ചിരിക്കുന്നു. അതേ വലിയൊരു പ്രശ്നം മനുഷ്യർക്ക് നേരിടാൻ കിടക്കുന്നുണ്ട്. ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെയായിരുന്നു. ഒരു കൂട്ടം ഏലിയൻ സ്ഫിയേഴ്സ് ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അത് ഭൂമിയുടെ പലയിടങ്ങളിലായും വീഴുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഒരു പാർട്ടി നടക്കുന്നതാണ്. ഇങ്ങോട്ടേക്ക് ഒരു ഏലിയൻ സ്ഫിയർ വീഴുന്നു. അതിനുള്ളിൽ ഒരു ചാരനിറത്തിലുള്ള പാരസൈറ്റ് ആണ്. അത് താഴേക്ക് പോയതിനു ശേഷം ഇപ്പോൾ സ്റ്റേജിന് പിറകിൽ പോയി ഒരാളുടെ ചെവിയിൽ പ്രവേശിക്കുന്നതായും നമുക്ക് കാണാം. പിന്നീട് അതാണ് അവനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോഴവനെ ഒരു പെൺകുട്ടി വന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ പുള്ളിക്കാരന് ഒരനക്കവുമില്ല. ഇവൻ ഉറങ്ങുകയാണെന്ന് കരുതി അവൾ അവിടെ നിന്നും പോവുകയാണ്. കുറച്ചു കഴിഞ്ഞതും അവൻ അവിടെ നിന്നും എണീറ്റു പോകുന്നു. അപ്പോഴാണ് ആ പെൺകുട്ടി അവനെ കാണുന്നത്. അവൾ അവന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. പിന്നീട് സംഭവിച്ചത് ഇതായിരുന്നു. അവന്റെ തനി നിറം പുറത്തു വന്നു. പിന്നീട് ഒരു പാരസൈറ്റായി മാറിയ അവൻ അവരെ എല്ലാവരെയും കൊലപ്പെടുത്തുകയാണ്. ഇവിടെ നിന്നും നമ്മുടെ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി കാണിക്കുന്ന നമ്മുടെ കഥാനായികയായ സൂയിനെയാണ്. അവൾ ഒരു ബച്ചർ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ചെക്ക്ഔട്ട് കൗണ്ടറിൽ ഒരു കസ്റ്റമറുമായി ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. മീറ്റ് കൗണ്ടറിൽ നിന്നും പ്രൈസ് ടാഗ് കൊണ്ടുവരാത്തത് കൊണ്ടാണ് തർക്കം. എത്ര പറഞ്ഞിട്ടും അയാൾ അത് കേൾക്കുന്നില്ല. നമ്മുടെ ഹീറോയിനോട് പോയി എടുത്തു കൊണ്ടുവരാനാണ് പറയുന്നത്. ഈ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം ഇയാൾ ഒരു സൈക്കോയാണ്. പിന്നീട് അയാൾ ഒരു വാണിംഗും കൊടുത്തുകൊണ്ടാണ് അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ ഇപ്പോൾ രാത്രിയായിട്ടുണ്ട്. ജോലിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്നും പോകുന്നു. അപ്പോഴായി കാറിൽ ആ സൈക്കോ ഇരിക്കുന്നതായും നമുക്ക് കാണാം. അയാൾ നമ്മുടെ ഹീറോയിനെ ഫോളോ ചെയ്യുകയാണ്. പിന്നീട് സംഭവിച്ചത് ഇതായിരുന്നു. അതിനുശേഷം അവളെ തുരുതുരെ കത്തി കൊണ്ട് കുത്തുകയാണ് അയാൾ. തന്റെ മുഴുവൻ ശക്തിയെടുത്ത് അവൾ അയാളെ അപ്പുറത്തേക്ക് തട്ടിയിട്ട് അവിടെ നിന്നും ഓടിപ്പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനും സാധിക്കുന്നില്ല. ഈ സമയത്ത് ഒരു ഏലിയൻ സ്ഫിയർ അവളുടെ തൊട്ടടുത്ത് വന്ന് വീഴുന്നതായും നമുക്ക് കാണാം. പക തീരാതെ അയാളും നമ്മുടെ ഹീറോയിനെ തിരഞ്ഞുകൊണ്ടുവരുന്നു. അപ്പോഴാണ് ഒരു ഇൻവിസിബിൾ ഫോഴ്സ് വന്ന് അയാളെ രണ്ടായി അങ്ങ് കട്ട് ചെയ്ത് കളയുന്നത്. അതെന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. ആ സമയത്താണ് ഒരാൾ അതുവഴി പാസ് ചെയ്യുന്നത്. അയാൾ പെട്ടെന്ന് തന്നെ പോലീസിനെ ഈ വിവരം അറിയിക്കുന്നു. തുടർന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് അവൾ. അങ്ങോട്ടേക്ക് കുറച്ച് ഡിറ്റക്റ്റീവ്സ് വരുന്നു. എവിഡൻസിന് വേണ്ടിയാണ് അവർ വരുന്നത്. അവർക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളുമുണ്ട്. എങ്ങനെയായിരിക്കും ആ സൈക്കോ കൊല്ലപ്പെട്ടത്? അതിപ്പോഴും ഒരു നിഗൂഢതയാണ്. ഇയാളെ നമുക്ക് ഡിറ്റക്റ്റീവ് എന്ന് വിളിക്കാം. അയാളെ നമ്മുടെ ഹീറോയിൻ ഒരു ഫാദറിനെ പോലെയാണ് കാണുന്നത്. കാരണം ഹീറോയിന് ഒരു ബാഡായ ചൈൽഡ്ഹുഡ് കാലഘട്ടം ഉണ്ടായിരുന്നു. അവളുടെ ഫാദർ അവളെ ഒരുപാട് ടോർച്ചർ ചെയ്യുമായിരുന്നു. അയാളെ പിടിച്ചത് നമ്മുടെ ഈ ഡിറ്റക്റ്റീവ് ആണ്. ഇപ്പോൾ ഈ കേസും അന്വേഷിക്കുന്നത് അയാൾ തന്നെയാണ്. ഇതെല്ലാം അവളുടെ മനസ്സിലൂടെ ഒരു നിമിഷം മിന്നിമായുന്നുണ്ട്. പെട്ടെന്നാണ് അവൾ കണ്ണു തുറക്കുന്നത്. പിന്നീട് നമ്മുടെ ഡിറ്റക്റ്റീവും അങ്ങോട്ട് വന്നു. അയാളുടെ മനസ്സിൽ ഇപ്പോഴും മിസ്റ്ററി ആയി ഇരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. കില്ലർ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? രണ്ടാമത് ഹീറോയിന്റെ കാര്യം. അവൾ എങ്ങനെയായിരിക്കാം രക്ഷപ്പെട്ടത്? കാരണം ഹീറോയിനെ ശക്തിയായി കില്ലർ പിറകിൽ നിന്നും കുത്തിയെന്നാണ് അവൾ പറയുന്നത്. എന്നാൽ അവൾക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല. മുറിവുകളെല്ലാം സുഖം പ്രാപിച്ച് അതിപ്പോ വെറും പാടുകളായി മാറിയിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ വിളിക്കാൻ പറഞ്ഞ് ഡിറ്റക്റ്റീവ് അവിടെ നിന്നും പോകുന്നു. ഇനി നമ്മൾ ഒരുപാട് മാസങ്ങൾ അങ്ങ് മുമ്പോട്ട് പോയി. ഒരു ക്ലബാണ് കാണിക്കുന്നത്. അവിടേക്ക് ഒരു ഗ്യാങ്ങിലെ ലീഡർ വരികയാണ്. എന്നാൽ അവിടെ മറ്റൊരാൾ മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ തന്നെയാണ് നമ്മുടെ കഥാനായകൻ. മംഗനസ് ഗ്യാങ്ങിലെ പാർട്ടായ അവന് അയാളെ കൊല്ലാനുള്ള ഓർഡർ ഉണ്ട്. അതിനായി പുള്ളിക്കാരൻ ഇറങ്ങിത്തിരിക്കുന്നു. എന്നാൽ പ്ലാൻ അങ്ങ് പാളിപ്പോയി. അപ്പോഴേക്കും അയാളുടെ ആളുകളും അങ്ങോട്ടേക്ക് എത്തി. പിന്നീട് നമ്മുടെ ആൾ ഒന്നും നോക്കിയില്ല. അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. ഒരു കണക്കിന് നമ്മുടെ കാങ് രക്ഷപ്പെട്ടു. അത് കാരണം തന്നെ കുറച്ചു കാലം അവരിൽ നിന്നും മറഞ്ഞിരിക്കാൻ വേണ്ടി നമ്മുടെ ആൾ തീരുമാനിക്കുന്നു. സെൽഫോൺ എല്ലാം ഉപേക്ഷിച്ച് നേരെ വീട്ടിലേക്ക് മടങ്ങുന്നു. ഒരു ഗ്രാമപ്രദേശത്തുള്ള വീട്. അവൻക്ക് രണ്ട് സഹോദരികളും ഉണ്ട്. മൂത്ത സഹോദരിയായ ക്യൂങ്ഹിയുടെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേടുണ്ട്. ഇളയ സഹോദരി എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പുള്ളിക്കാരൻ വീട്ടിൽ നിന്നും കുറച്ചു കാലം അകന്നു നിന്നതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അവൻ അറിയില്ല. അതുമാത്രമല്ല മറ്റൊരു കാര്യം കൂടെ കണ്ട് കാങ് ഞെട്ടുന്നുണ്ട്. ഇരിക്കുന്നു തന്റെ ഇളയ
സഹോദരിയായ ജിൻഹിയുടെ മൊബൈൽ ഫോൺ അതിന്റെ ഡിസ്പ്ലേയിലാകട്ടെ ചെറിയ സ്ക്രാച്ചുകളും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല സെയിജൻ ചർച്ച് റിവൈവൽ പ്രയർ മീറ്റിംഗ് എന്ന പേരിൽ ഒരു ഫ്ലയറും അവൻ അവിടെ കണ്ടെത്തി. നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ തിരിച്ചു ജോലിയിൽ കയറി. പാടുകളെല്ലാം ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നുണ്ട്. പിന്നീട് അവൾ അവിടെ നിന്നും ഇറങ്ങി പോകുന്നതിനിടെ ഡിറ്റക്റ്റീവ് അവളെ വിളിക്കുന്നുണ്ട്. അയാൾ അവളെ നന്നായി കെയർ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടെ ഇങ്ങനെ വിളിക്കും. പോകുന്നതിനിടെ ഒരു സ്റ്റോപ്പിൽ എത്തിയതും പെട്ടെന്ന് ചെവിയിൽ ഒരു വലിയ ശബ്ദം മുഴങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ്. അത് കാരണം തന്നെ അവൾ ചെവി ഇങ്ങനെ പൊത്തി പിടിക്കുന്നുണ്ട്. ഇത് കണ്ട് ആ സ്റ്റോപ്പിൽ നിന്നും ബസ്സിൽ കയറിയ ആൾ ഇവളെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. നമ്മുടെ പെണ്ണിനാണെങ്കിലോ അപ്പോൾ തന്നെ ഇറിറ്റേഷനായി ആ ബസ്സിൽ നിന്നും ഇറങ്ങി. പിന്നീട് കാണിക്കുന്നത് ഒരു കാറിൽ സഞ്ചരിക്കുന്ന രണ്ടു പേരെയാണ്. ഒരു ഡേറ്റിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാണ് അവർ. എന്നാൽ അവൾക്കാണെങ്കിലോ ഹോട്ടലൊന്നും പറ്റില്ല. ഒരേ ഒരു വാശി, തന്റെ വീട്ടിലേക്ക് തന്നെ പോകണം. കണ്ടാൽ തന്നെ ഒരു ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടം, ഇവിടെയാണ് അവൾ താമസിക്കുന്നത്. എന്നാൽ അവൻ അതൊന്നും കാര്യമാക്കാതെ അവളുടെ കൂടെ ആ കെട്ടിടത്തിലേക്ക് പോവുകയാണ്. അതിനുള്ളിലെ അവസ്ഥ ഇതായിരുന്നു. അവിടെ ആകെ അലങ്കോലമായി കിടക്കുന്നു. അവളാണെങ്കിലോ ഒന്നും മിണ്ടുന്നുമില്ല. അങ്ങനെ ഇരിക്കെയാണ് കുറച്ചു പേർ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അതെ, അവനെ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ട്രാപ്പ് ആയിരുന്നു അത്. ഇത് മനസ്സിലാക്കിയ നമ്മുടെ ആൾ ഫൈറ്റിന് വേണ്ടി നിൽക്കുകയാണ്. പിന്നല്ലേ മനസ്സിലാകുന്നത് ഇവരെല്ലാം പാരസൈറ്റ് ആണ്. ഇത് കണ്ട് നമ്മുടെ ആൾ അങ്ങ് ഞെട്ടിപ്പോയി. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ നമ്മുടെ ആൾ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആരോ സ്മോക്ക് എറിയുന്നത്. അതെ, അങ്ങോട്ടേക്ക് സൈനികർ എത്തി. പിന്നീട് നമ്മുടെ ആൾ ജീവനും കൊണ്ട് അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. ഇവരാണെങ്കിലോ മുകളിലേക്ക് പോയി പാരസൈറ്റുകളെ കീഴ്പ്പെടുത്തുന്നു. അവരുടെ ആക്രമണത്തിൽ കുറച്ചു പേർ മരിച്ചു വീഴുന്നുമുണ്ട്. എന്നിരുന്നാലും അവരുമായി പിടിച്ചു നിൽക്കാൻ വേണ്ടി പാരസൈറ്റുകൾക്ക് സാധിക്കുന്നില്ല. ചിലരൊക്കെ പുറത്തേക്ക് ചാടി രക്ഷപ്പെടാനും നോക്കുന്നുണ്ട്. ആ പാരസൈറ്റ് നേരെ പോകുന്നത് ഒരു വാനിനടുത്തേക്കാണ്. അതിനുള്ളിൽ മുഖം കാണാത്ത വിധം തടവിലാക്കിയിരിക്കുകയാണ് ഒരു പാരസൈറ്റിനെ. അതിനെയും നോക്കി എന്തോ ഒരു ലക്ഷ്യത്തോടെ നിൽക്കുകയാണ് ഈ പാരസൈറ്റും. അപ്പോഴാണ് ഒരു ലേഡി ഓഫീസർ ആ പാരസൈറ്റിനെ ആക്രമിക്കുന്നത്. ഫസ്റ്റ് ഷോട്ടിൽ തന്നെ പുള്ളിക്കാരൻ നിലംപത്തി. ഒടുവിൽ ആ പാരസൈറ്റും രക്ഷപ്പെടുന്നുണ്ട്. ഈ ലേഡിയുടെ പേരാണ് ചോയ് ജുൻ. അവരാണ് ഗ്രേ ടീമിന്റെ ലീഡർ. പാരസൈറ്റുകളെ ഇല്ലാതാക്കാനുള്ള ഒരു സ്പെഷ്യൽ ഫോഴ്സ് ആണത്. പിന്നീട് അവർ ആ കെട്ടിടമെല്ലാം അരിച്ചു പെറുക്കുമ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത്. ഒരു പ്രത്യേക തരം ലോഗോ. ഈ ലോഗോ നമ്മൾ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട് അല്ലേ? അതെ, നമ്മുടെ ഹീറോയുടെ വീട്ടിൽ തന്നെ. ഇതാണ് പാരസൈറ്റ് ഗ്രൂപ്പിന്റെ ലോഗോ. അങ്ങനെയാണെങ്കിൽ കാങ്ങിന്റെ സഹോദരിയും ഒരു പാരസൈറ്റ് ആണോ? അതെ, അവരൊരു സംഘടനയായി പ്രവർത്തിക്കുകയാണ്. മനുഷ്യരെ ഇല്ലാതാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. നമ്മുടെ ഹീറോയിൻ ഇപ്പോഴും യാത്രയിലാണ്. അതേ സമയത്താണ് കാങ്ങിന്റെ മൂത്ത സഹോദരിയായ യൂഹിക്ക് ഒരു കോൾ വരുന്നത്. നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളെ താൻ കണ്ടുവെന്നും എത്രയും പെട്ടെന്ന് അവളെ നമ്മുടെ ഓർഗനൈസേഷനിൽ ചേർക്കണം. ഇതറിഞ്ഞ പാടെ അവൾ വീട്ടിൽ നിന്നും പോവുകയാണ്. ഇത് മറ്റൊരാളും കൂടെ കണ്ടിരുന്നു. ആരാ? നമ്മുടെ കാങ്ങു തന്നെ. ഹീറോയിൻ ആണെങ്കിലോ ഇപ്പോൾ ബസ്സിൽ നിന്നെല്ലാം ഇറങ്ങി മുൻപോട്ടേക്ക് പോകുമ്പോഴാണ് വീണ്ടും ആ ശബ്ദം ചെവിയിൽ മുഴങ്ങാൻ വേണ്ടി തുടങ്ങുന്നത്. മുൻപിലേക്ക് നോക്കുമ്പോൾ ഇതാ നിൽക്കുന്നു താൻ ബസ്സിൽ കണ്ട അതേ ആൾ. പെട്ടെന്ന് തന്നെ ഹീറോയിൻ ഫോൺ എടുത്ത് ഡിറ്റക്റ്റീവിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അയാൾ പിടിക്കാൻ വേണ്ടി വരികയാണ്. അതോടെ ഹീറോയിനും അവിടെ നിന്നും ഓടിപ്പോകുന്നു. പിന്നീട് ഒന്നും കൂടെ വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അവൾ ട്രാപ്പായി. അപ്പോഴേക്കും ക്യൂങ്ഹിയും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. കാങ്ങും ഇതെല്ലാം ഒളിച്ചിരുന്ന് കാണുന്നുണ്ട്. പെട്ടെന്ന് ഒരു പാരസൈറ്റായി മാറിയ അയാൾ നമ്മുടെ ഹീറോയിനെ ആക്രമിക്കുന്നു. അപ്പോഴാണ് അത് സംഭവിച്ചത്. ഹീറോയിനും ഒരു പാരസൈറ്റായി മാറുകയാണ്. അവളുടെ സൗണ്ട് പോലും ആകെ മാറിപ്പോയി. നിങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണ് താനെന്നും അവൾ വെളിപ്പെടുത്തുന്നു. ഇതെല്ലാം കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് നമ്മുടെ കാങ്. പുള്ളിക്കാരന്റെ മൂത്ത സഹോദരിയായ ക്യൂങ്ഹി പോലും ഒരു പാരസൈറ്റ് ആയിരുന്നു. ഇതാണ് അവനെ കൂടുതൽ ഷോക്കാക്കിയത്. അതിനുശേഷം അവരൊരു പേപ്പറും കൈമാറി അവിടെ നിന്നും പോവുകയാണ്. അവരുടെ ഓർഗനൈസേഷനെ കുറിച്ചായിരുന്നു അതിലുള്ളത്. അത് നിലനിൽക്കുന്നതാകട്ടെ സേജിൻ എന്ന് പറയുന്ന ഒരു ചർച്ചിലാണ്. ഇതെല്ലാം കണ്ട് ആകെ തലമിന്നിയ നമ്മുടെ ആൾ അവിടെ നിന്നും പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് ഹീറോയിൻ അവനെ ആക്രമിക്കുന്നത്. അവരെ വാച്ച് ചെയ്തത് അവൾക്ക് തീരെ പിടിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഇപ്പോൾ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് അവൾക്ക്. അപ്പോഴാണ് അവൻ തന്റെ സഹോദരിയും ഒരു പാരസൈറ്റ് ആണെന്നുള്ള സത്യം വെളിപ്പെടുത്തുന്നത്. അതോടെ അവൾ ഒന്ന് ശാന്തമായി. എന്നിരുന്നാലും താൻ പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ കൊല്ലുമെന്നുള്ള ഒരു ഭീഷണിയൊക്കെയുണ്ട്. പിന്നീട് ഒരു മയക്കത്തിൽ നിന്നും എണീറ്റ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ നോർമൽ ആയിട്ടുണ്ട്. നമ്മുടെ ആളെ കണ്ട് അവൾ ആകെ പേടിക്കുന്നുണ്ട്. സംഭവിച്ച കാര്യങ്ങളെല്ലാം കാങ് വിശദീകരിക്കുന്നു. എന്നാൽ അതൊന്നും ഉൾക്കൊള്ളാൻ പോലും ഹീറോയിന് കഴിയുന്നില്ല. ഹീറോയിൻ ഇപ്പോൾ ഒരു സ്പെഷ്യൽ മ്യൂട്ടന്റ് ആയി മാറിയിരിക്കുകയാണ്. പകുതി പാരസൈറ്റും പകുതി മനുഷ്യനും. അവളുടെ ഉള്ളിലെ പാരസൈറ്റിനെ നമുക്ക് ഹൈഡ് എന്ന് വിളിക്കാം. എന്തെന്നറിയാതെ ഹീറോയിൻ ഇപ്പോഴും ഒരേ നിൽപ്പാണ്. കാങ് ആകട്ടെ ആ പേപ്പറെല്ലാം എടുത്ത് അവിടെ നിന്നും പോകുന്നു. വീട്ടിലെത്തിയ നമ്മുടെ ഹീറോയിൻ ആ ഷോക്ക് വിട്ടുമാറാതെ ബുക്ക് എടുത്ത് തന്റെ ബോഡിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് എഴുതി വെക്കുന്നുണ്ട്. പിന്നീടൊന്ന് മയങ്ങി എണീറ്റതും ഇതായിരുന്നു കണ്ടത്. ആരോ ഇതാ അതിന് റിപ്ലൈ തന്നിരിക്കുന്നു. അത് പറയുന്നതാകട്ടെ തന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ്. പിന്നീട് വീണ്ടും നമ്മുടെ ഹീറോയിൻ എഴുതാൻ വേണ്ടി തുടങ്ങി. തന്റെ ഉള്ളിൽ ശരിക്കും ആരാണുള്ളത്, എന്താണ് വേണ്ടത്, ഇതൊക്കെ അവൾ അതിൽ എഴുതി വെക്കുകയാണ്. ചോദിക്കുന്നതിനെല്ലാം അത് ഉത്തരം നിമിഷ നേരങ്ങൾ കൊണ്ട് പറയുന്നുണ്ട്. അതിന് ഹീറോയിന്റെ മുഴുവൻ കൺട്രോളും ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. മാത്രമല്ല ഈ പാരസൈറ്റിന് ഒരു
ദിവസം വെറും 15 മിനിറ്റ് മാത്രമേ അവളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്തുതന്നെയായാലും വല്ല ഡേഞ്ചറസ് സിറ്റുവേഷനും വന്നാൽ ആ സമയം അത് ഉപയോഗിക്കും. എന്നാൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അവൾ മ്യൂട്ടന്റ് ആണെന്നുള്ള കാര്യം മറ്റു പാരസൈറ്റ് എങ്ങാനും അറിഞ്ഞാൽ അത് അവൾക്ക് ഒരു ഭീഷണിയാണ്. അവളെ കൂടുതൽ വിശ്വസിപ്പിക്കാൻ വേണ്ടി ആ പാരസൈറ്റ് ഫോണിൽ വീഡിയോയും എടുത്തിരുന്നു. ഇതേ സമയം മറ്റൊരിടത്ത് സിയോളിൽ നിന്നുള്ള ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സിറ്റി. ഇത് തന്നെയാണ് നമ്മുടെ ഗ്രേ ടീം ഫോഴ്സ്. അവിടെ പാരസൈറ്റുകളെ തിരിച്ചറിയാൻ അവർക്ക് സ്കാനറുകളും മറ്റുമുണ്ട്. മാത്രമല്ല അവിടെ നല്ല സെക്യൂറുമാണ്. അവിടെ ഒരു മീറ്റിംഗ് നടത്താൻ വേണ്ടി പോവുകയാണ്. അതിനായി കൊറിയയുടെ നാലാഭാഗത്തു നിന്നുള്ള ഡിറ്റക്റ്റീവ്സിനെ എല്ലാം അവിടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അതിൽ നമ്മുടെ ഡിറ്റക്റ്റീവും അസിസ്റ്റന്റും ഒക്കെയുണ്ട്. അവരെയും സ്കാൻ ചെയ്തതിനു ശേഷം പറഞ്ഞു വിടുന്നു. അത് കഴിഞ്ഞതും മുൻപിലായി ഇതാ ഒരുപാട് പേർ തോക്കും പിടിച്ചു നിൽക്കുന്നു. ഇതൊന്നും നമ്മുടെ ഡിറ്റക്റ്റീവിന് തീരെ പിടിച്ചിട്ടില്ല. അതിനുശേഷം അവർ നേരെ മീറ്റിംഗ് ഹാളിലെത്തി. അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ ചോയ് ജൂൻ തന്നെയാണ്. അതായത് ഗ്രേ ടീമിന്റെ ലീഡർ. അവരുടെ മുൻപിൽ ടേബിളിലായി എന്തോ ഒന്ന് മറച്ചു വെച്ചിട്ടുമുണ്ട്. ഈ പാരസൈറ്റുകൾ കൊറിയ മാത്രമല്ല ലോകമെമ്പാടും ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എവിടെ നിന്നാണ് ഇത് വന്നതെന്നറിയില്ല. എന്നാൽ അവരിപ്പോൾ കൊറിയയിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇവരെന്തായി പറഞ്ഞു വരുന്നതെന്ന് ആർക്കും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പിന്നീട് അവർ ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ തുടക്കത്തിൽ കണ്ട ആ പാരസൈറ്റ് ആയി മാറിയ സംഭവമാണ്. അതെല്ലാം ഇപ്പോഴായിരിക്കാം ഇവർ കാണുന്നത്. കാരണം ഇതൊന്നും അവർ പുറത്തേക്ക് വിടാറില്ല. പിന്നീടാണ് ആ ഹൈഡ് ചെയ്തത് എന്താണെന്ന് അവർ കാണിക്കുന്നത്. അതെ, ഒരു പാരസൈറ്റിന്റെ ബോഡി ആയിരുന്നു അത്. ഇത് കണ്ട് എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോയി. ഈ പാരസൈറ്റ് നമ്മുടെ ബോഡിയിലേക്ക് കയറുന്നത് ചെവി, മൂക്ക് അല്ലെങ്കിൽ വായിലൂടെയാണ്. പിന്നീട് അവ ബ്രെയിനിനെ നിയന്ത്രിക്കുന്നു. ഒരു കണക്കിന് പറഞ്ഞാൽ ഭക്ഷിക്കുന്നു. എന്നാൽ ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവയെ മനുഷ്യർക്കിടയിൽ നിന്നും നമുക്ക് തിരിച്ചറിയാൻ പോലും സാധിക്കില്ല. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിനും അവളുടെ ഉള്ളിലെ പാരസൈറ്റ് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും മാറാം. തലയെ നല്ല ഷാർപ്പായ ടെന്റക്കിൾസ് ആക്കി മാറ്റും. ഒരു കോശമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾ ഓർക്കണം. പാരസൈറ്റ് ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അതിന്റെ ഒരു മുടി പിഴുതെടുത്താൽ അത് പെട്ടെന്ന് തന്നെ നശിക്കും. അങ്ങനെയാണെങ്കിൽ അത് മനുഷ്യനല്ല, വെറും ഒരു പാരസൈറ്റ് ആണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇനി ഇതിനെ കൊല്ലാൻ വേണ്ടി ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അവയുടെ ഹാർട്ടിനെ നശിപ്പിക്കണം. അത് ചെറിയ കത്തി കൊണ്ടൊന്നും സാധ്യമല്ല. ഒരു ഷോട്ട് ഗണ്ണോ അല്ലെങ്കിൽ കുറച്ച് പവർഫുൾ ആയ കത്തിയോ വേണം. എന്നാൽ ഇതൊന്നുമല്ല അവിടുത്തെ ആളുകളെ ഞെട്ടിച്ചത്. ലീഡറിന്റെ ഹസ്ബൻഡ് പോലും ഒരു പാരസൈറ്റ് ആണ്. എന്നാൽ അതിനെ കൊല്ലാതെ അവർ പാരസൈറ്റിനെ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഒരു റിമോട്ടിന്റെ സഹായത്തോടെയാണ് അവർ ഇത് ചെയ്യുന്നത്. ബട്ടൺ അമർത്തിയാൽ അതങ്ങ് സ്റ്റെക്കായി പോകും. അതിന്റെ ബോഡിയിലായി ഒരു സെൻസർ ഉണ്ട്. അത് വെച്ചാണ് അവർ മറ്റു പാരസൈറ്റിനെ കണ്ടുപിടിക്കുന്നത്. അതെ, ഒരു പാരസൈറ്റിന് മറ്റൊരു പാരസൈറ്റിനെ തിരിച്ചറിയാൻ സാധിക്കും. ബ്രെയിൻ വേവ്സ് വഴിയാണ് അവർക്ക് ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. നേരത്തെ ഇവർ പാരസൈറ്റിനെ പിടികൂടിയത് എങ്ങനെയായിരിക്കുമെന്ന് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈ ട്രിക്ക് ഉപയോഗിച്ചാണ്. എന്നാൽ സ്വന്തം ഹസ്ബൻഡിനെ വെച്ച് എന്തിനാണ് ഇത്രയും വലിയ ക്രൂരതകൾ ചെയ്യുന്നതെന്നും ചോദിച്ച് ഇവർ ലീഡറിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ അതിപ്പോൾ ഒരു പാരസൈറ്റ് ആണ്. അല്ലാതെ അതിപ്പോൾ തന്റെ ഹസ്ബൻഡായി അംഗീകരിക്കാൻ വേണ്ടി അവൾക്ക് സാധിക്കുന്നില്ല. പാരസൈറ്റുകളെ കുറിച്ചുള്ള സകല വിവരവും അറിഞ്ഞ നമ്മുടെ ഹീറോയിനും ഒരു ബസ് സ്റ്റോപ്പിലും ഇറങ്ങി ആകെ ഷോക്കായിരിക്കുന്നുണ്ട്. ഈ സീനും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്.